സോ വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹൗ ക്യാൻ യു സ്റ്റേ കാം വെൻ യു ആർ ഇമോഷണലി ഡൗൺ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈച്ച് ഡേ ഇസ് എ ന്യൂ ജേർണി. സോ എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കില്ല. വി ആർ നോട്ട് റോബോട്ട്സ് അല്ലേ? ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ഇമോഷണലി ഡൗൺ അറ്റ് ടൈംസ്. ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. ഇപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ കൊണ്ട് നടക്കില്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എക്സ്പെക്ടിങ് ബട്ട് പ്രിപ്പയറിംഗ് യുവർ സെൽഫ്. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, അക്സെപ്റ്റ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് മെച്യൂർഡായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ്. സോ എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം വാട്ട് ദിസ് ഇസ് ട്രൈങ് ടു ടീച്ച് മീ എന്ന് ചിന്തിക്കണം. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. പറയുമ്പോൾ നല്ല എളുപ്പത്തിൽ കഴിഞ്ഞു, പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ ചിന്തിച്ചത്. പക്ഷേ ലെറ്റ്സ് ട്രൈ. സെക്കൻഡ്, ജേർണൽ ഇറ്റ് ഔട്ട്. സോ ഹോൾഡിംഗ് ഇമോഷൻസ് ക്യാൻ മേക്ക് യു ഫീൽ ഹെവി. റിലീസ് ഇറ്റ്. ആൻഡ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് പെൻ ആൻഡ് റൈറ്റ്. നമ്മൾ എഴുതുമ്പോഴുള്ള സ്പെല്ലിങ്ങോ ഗ്രാമറോ ഭംഗിയോ ഒന്നും നോക്കണ്ട. നാച്ചുറലി എന്തൊക്കെ തോട്ട്സ് ആണോ വരുന്നത്, റിലീസ് ഇറ്റ് ബൈ റൈറ്റിംഗ്. ആഫ്റ്റർ ദാറ്റ് tear it off. Trust me, you will feel much relaxed and lighter. Third, calm your body and mind. So നമ്മുടെ ഇമോഷൻസ് ഹെവി ആകുമ്പോൾ ബോഡി ടയേർഡ് ആകും, റെസ്റ്റ്ലെസ് ആകും. ഇതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കണം. സോ യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. ഫോർ മൈൻഡ്, പ്രാക്ടീസ് സം മെഡിറ്റേഷൻ ഓർ ബ്രീത്തിങ് എക്സസൈസ്. ഇത് രണ്ടും ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ സം സിമ്പിൾ എക്സസൈസ് ലൈക്ക് inhale for 4 seconds, hold it for 4 seconds and exhale for 6 seconds. So ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് തരാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫോർ യുവർ ബോഡി, ഗോ ഫോർ ജിം, ഡാൻസ് ഓർ എക്സസൈസ്. എത്രത്തോളം നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നു അത്രയും ഈസി ആയിട്ട് നമുക്ക് സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ സാധിക്കും. സോ മൂവ് യുവർ ബോഡി. ഫോർത്ത്, ടേക്ക് ആക്ഷൻ. സ്ട്രൈവ് ടു ബി ദ ബെസ്റ്റ് ഇൻ വാട്ട് യു ഡു. സോ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ യു നീഡ് ടു പുഷ് യുവർ സെൽഫ് ബിക്കോസ് ആക്ഷൻസ് ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. നമ്മുടെ പ്രൊഫഷൻ എന്താണെങ്കിലും വർക്ക് ഓൺ യുവർ ഗോൾസ്, ഷാർപ്പൻ യുവർ സ്കിൽസ് ആൻഡ് സ്റ്റാർട്ട് ഇംപ്രൂവിംഗ് 1% ഈച്ച് ഡേ. ട്രസ്റ്റ് ദി പ്രോസസ് ആൻഡ് കീപ് മൂവിംഗ്. നോ സ്റ്റോം ലാസ്റ്റ് ഫോർ എവർ. എന്ത് ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ആണെങ്കിലും ഇറ്റ് വിൽ ഇവൻച്വലി പാസ്. കുറച്ച് നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ വിഷമം നിറഞ്ഞ സിറ്റുവേഷനാണ് നമ്മളെ ഇത്രയും സ്ട്രോങ് ആക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണം ചൂടാക്കി ഉരുക്കി എടുക്കുമ്പോഴാണ് മനോഹരമായ ഓർണമെന്റ്സ് ആയിട്ട് മാറുന്നത്. സോ കുറച്ച് ഡിസ്കംഫേർട്ട് നിറഞ്ഞ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറുന്നത്. സോ കീപ് ഗ്രോയിങ് ആൻഡ് സ്റ്റേ ഹാപ്പി.